ഇലക്ഷനെ ബേസ് ചെയ്തിട്ട് 2024 റീസെന്റ് ആയിട്ട് നടന്ന CGL ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് നല്ലൊരു ക്വസ്റ്റ്യൻ. ഈ മോഡൽ നമ്മൾ ഓൾറെഡി ചെയ്താണ്. ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഒരു ഇലക്ഷനകത്ത് 2 കാൻഡിഡേറ്റ് ഉണ്ട്. അതിൽ Y% വോട്ട്സ് ഡിഡ് നോട്ട് വോട്ട്. Y% വോട്ടേഴ്സ് വോട്ട് ചെയ്തില്ല. ദെൻ വോട്ട് ചെയ്തതിൽ 10% ഇൻവാലിഡ് ആണ്. ഓക്കെ, എല്ലാ കാൻഡിഡേറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാലിഡ് ആയിട്ടുള്ള വോട്ടില്ലേ, അത് രണ്ടുപേർക്കുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടുണ്ടാകും എന്നാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി കാൻഡിഡേറ്റ് ഹു ഗോട്ട് 59.375% of the valid vote cast was declared elected by 2484. ആക്ച്വലി 2484 എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ആൻസർ കിട്ടും. ഈ 2484 എന്ന് പറയുന്നത് ആ വിന്നിങ് കാൻഡിഡേറ്റ് എത്ര മാർജിനിൽ ജയിച്ചു എന്നതാണ് 2484. ആ വിന്നിങ് കാൻഡിഡേറ്റ് എത്ര മാർജിനിൽ ജയിച്ചു, ഡിക്ലെയർഡ് ഇലക്റ്റഡ് ബൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മാർജിനിൽ ജയിച്ചു. ഓക്കെ, ഈ ഒരു ഇതില് എലിജിബിൾ ആയിട്ടുണ്ടായിരുന്ന ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടേഴ്സിന്റെ എണ്ണം 16,000. അങ്ങനെയാണെങ്കിൽ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ഇപ്പോൾ ടോട്ടൽ വാലിഡ് വോട്ട് അതില് 59.375 വിന്നറിന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ലൂസറിന് കിട്ടിയത് 100 മൈനസ് ചെയ്താൽ മതി അല്ലെ. 100 ഈ ഒരു നമ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ലൂസറിന് കിട്ടിയത്. എന്നിട്ട് ആ കിട്ടാൻ പോകുന്ന വാല്യൂ 59.375 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇയാൾ എത്ര മാർജിനാണ് ജയിച്ചതെന്ന് പറഞ്ഞിട്ട്, അതായത് 100 മൈനസ് 59.735 എന്ന് പറയുമ്പോൾ ലൂസറിന് കിട്ടിയതായിരിക്കും. ഇതിന് 59.375 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്ത് കിട്ടും, ജയിച്ച മാർജിൻ കിട്ടും. ഇല്ലെങ്കിലും ഇത് കുറച്ചുകൂടി ഈസി ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ 59.25 ഡബിൾ എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 100 കുറയ്ക്കും. അപ്പൊ 18.7. ഈ ഒരു മാർജിനിലായിരിക്കും ആര് ജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിന്നർ ജയിച്ചിട്ടുണ്ടാകും. ഓക്കെ, 18.75 ഇത് നമുക്ക് ചെയ്തു പറയാം. സിമ്പിളാണ്, ഒറ്റ ലൈനിൽ എഴുതി പോയാൽ മതി. അപ്പോൾ 16,000 വോട്ടേഴ്സ് ഉണ്ട്. ആ വോട്ടേഴ്സിൽ Y% വോട്ട് ചെയ്തില്ല. അപ്പോൾ 100 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 100 മൈനസ് Y ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാകും, വോട്ട് ചെയ്തിട്ടുണ്ടാകും. ഈ വോട്ടിന്റെ 10% എന്ന് പറയുമ്പോൾ 1/8 അത് ഇൻവാലിഡ്. അപ്പൊ വാലിഡ് വോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 9 വാലിഡ് ആയിരിക്കും. കാരണം 1/10 ആണല്ലോ. 1 ഇൻവാലിഡ് ആണെങ്കിൽ 10 9 വാലിഡ് ആയിരിക്കും. ഇനി ഇതിനകത്ത് ഈ വാലിഡ് വോട്ടിന്റെ 18.75 അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആക്കി കഴിഞ്ഞാൽ 18.75 നോക്കുകയാണെങ്കിൽ 18 3/4 എന്ന് എഴുതാം, അല്ലെങ്കിൽ 75/4 എന്ന് എഴുതാം. 75/4 എഴുതാം. 75/4 ഇൻറ്റു 100 ആണ് ആ ഒരു മാർജിനായിരിക്കും ജയിച്ചത്. അപ്പോൾ 24 ഈ ഒരു വാല്യൂ ആണ് 24. ഇനി ഇവിടെ നമുക്ക് കട്ട് ചെയ്യാവുന്നതെല്ലാം ഓൺ ദ സ്പോട്ടിൽ തന്നെ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇത് 4 ഇതും കൂടി കട്ട് ചെയ്ത് കളയാം. ഓക്കെ, 24 84 4 അതും കട്ട് ചെയ്ത് കളയാം. 6 21 621 6 2 1 9 6 2 1 9 ഇത് അതായത് 621 9 മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 വരെ പോകും. 54 ബാക്കി പോയിട്ട് 621 9 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 56 വരെ പോകും. 54 വരെ പോകും. 54 വരെ പോയിട്ട് ബാക്കി 89 വരും. 69.
69. ഓക്കെ, ദെൻ ഒന്നൊരു അറേഞ്ച് ചെയ്തിരിക്കുന്നു. 100 മൈനസ് 9, സോറി 100 മൈനസ് 5, 100 മൈനസ് 5 മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ദെൻ 75 ഉണ്ട്, 100 ഉണ്ട്. വേണമെങ്കിൽ ഒന്ന് ഈസി ആക്കാൻ വേണ്ടി ഞാൻ 3/4 എന്ന് എഴുതാം. 3/4. ഓക്കെ, 100 മൈനസ് 5 എന്ന് പറയുമ്പോൾ 69 ഇൻറ്റു 4/3 എന്ന് വേണമെങ്കിൽ എഴുതാം. ഞാൻ 3/4 പുറത്തേക്ക് വന്നത്. ദെൻ ഇത് തമ്മിൽ കട്ട് ചെയ്ത് പോകും. കട്ട് ചെയ്ത് പോയിട്ട് 23 എന്ന് പറഞ്ഞിട്ട് 23. ദെൻ 23 ഇൻറ്റു 4 എന്ന് പറഞ്ഞിട്ട് 92. അതായത് 100 മൈനസ് 5 ആണ് 92. സോ വൈൻ്റെ വാല്യൂ ഇതിന് എത്രയെന്ന് പറഞ്ഞിട്ട് 8 എന്ന് പറഞ്ഞിട്ട്. സോ y ഈക്വൽ ടു 8 ഇതിൻ്റെ ഫൈനൽ ആൻസർ. ഓക്കെ, നമ്മൾ ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ 16,000 വോട്ടേഴ്സ് ഉണ്ട്. അതിൽ y% വോട്ട് ചെയ്തില്ല. അതിൽ നമ്മുടെ 10% ഇൻവാലിഡ് ആയി. അപ്പോൾ 90% വാലിഡ് ആയിരിക്കും. ദെൻ ഈ 24,484 എന്ന് പറയുമ്പോൾ ആക്ച്വലി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എത്ര മാർജിനാണ് ജയിച്ചത്. സോ ഇതെല്ലാം കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ വൈൻ്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ.